ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു റൂമിലൊക്കെ ആയിരിക്കുമ്പം അവിടെ ഒരാൾക്ക് മാത്രം കുറച്ചധികം അറ്റൻഷൻ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ടും ആ ആളുടെ അടുത്തേക്ക് മാത്രം കുറച്ചും കൂടി അപ്രോച്ചബിൾ ആയിട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനിറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് ചേഞ്ചിങ് യുവർ ലുക്സ്. ഒരാളുടെ അടുത്തേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം അവരുടെ ബാഹ്യ സൗന്ദര്യം അല്ല എന്ന് 101% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും നമ്മൾ ഒരാളുടെ ഫിസിക്കലി ഉള്ള അവരുടെ ലുക്ക് കണ്ടിട്ട് അവർ എങ്ങനെയാണ് എന്ന് ഒരു കാരണവശാലും ജഡ്ജ് ചെയ്യരുത് എന്ന് പ്യോർലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. അതിൽ ഒരു ഗുഡ് ലുക്കിംഗ് എന്ന് പറയുന്നതൊക്കെ, ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലൂടെ കാണുന്ന ഒരു കാര്യം മാത്രമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മേ ബി എനിക്ക് ഭയങ്കര സൗന്ദര്യമായിട്ട് തോന്നുന്ന ഒരാളെ ചിലപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ബട്ട് അപ്രോച്ചബിൾ ആവുക അല്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുക എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പുറമേ കാണുന്ന ലുക്സിനേക്കാളും ഉപരിയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളാണ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് മെയിൻറ്റെയിൻ എ ഗുഡ് പോസ്ചർ ഓൾവേസ്. അതായത് എപ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ നമ്മുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു കുട്ടി നടന്നു വരുമ്പോൾ തന്നെ അവർ എത്രമാത്രം അതിൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് അവരെക്കാൾ മുന്നേ അവർ നടന്നു വരുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ വളരെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ യെസ്, ഇവർ നല്ല ഒരു കോൺഫിഡൻ്റ് ആണ് എന്ന് അവർക്കും കൂടി തോന്നണം. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓൾവേസ് മെയിൻറ്റെയിൻ എ ബ്യൂട്ടിഫുൾ സ്മൈൽ. അതായത് ഒരിക്കലും ഒരു സ്മൈൽ ഫേക്ക് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരാളോട് നല്ല ചിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മേ ബി അവർ ഒത്തിരി വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ നമ്മൾ ഒരാളോട്, ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വളരെ ഈ വീഡിയോയിൽ ഭയങ്കര മസിലൊക്കെ പിടിച്ചിട്ട് യെസ് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇച്ചിരിയും കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത് ഞാൻ ഇച്ചിരിയും കൂടെ ചിരിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേനും അത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതുപോലെ എപ്പോഴും നമ്മൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ്. ആ ഡ്രസ്സ് നമ്മളെ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അതിന് വേണ്ടിയിട്ട് വില കൂടിയ ഡ്രസ്സുകൾ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇട്ട ഡ്രസ്സ് പിന്നെ കുറേ കാലത്തേക്ക് ഇടരുതെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 5 ജോഡി ഡ്രസ്സേ ഉള്ളൂ എങ്കിൽ പോലും, ഈവൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പം ഈ വീഡിയോസിൽ ഇപ്പം ഞാൻ ഇത് അടക്കം എനിക്ക് തോന്നുന്നു 20 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ആ 20 വീഡിയോയിൽ ഒത്തിരി തവണ റിപ്പീറ്റേഷൻ ചെയ്ത് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടാലേ എനിക്ക് കോൺഫിഡൻസ് വരൂ എന്നല്ല. മറിച്ച് നമ്മൾ ഇടുന്ന ആ ഡ്രസ്സിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ, അതോടൊപ്പം ജസ്റ്റ് ഒന്ന് അത് അയൺ ചെയ്ത് ഇട്ടിട്ട് പോകുമ്പോൾ പോലും നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കും ഫീൽ ചെയ്യും, കാണുന്ന ആളുകൾക്കും ഫീൽ ചെയ്യും. നമ്മൾ ഈവൻ ഒരു ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം അതിൽ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അതൊരു അട്രാക്റ്റീവ് ഫീൽ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുന്നു എന്നതിലല്ല, അത് എങ്ങനെ ഇടുന്നു എന്നതിലാണ് കാര്യം. സോ ഒന്ന് അയൺ ചെയ്തിട്ടിട്ട് പോകുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അത് ക്ലീൻ ചെയ്ത് നല്ല വാഷ് ചെയ്ത് നല്ല പ്ലസൻറ്റ് സ്മെല്ലോട് കൂടെ അങ്ങനെ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് നമ്മളുടെ അടുത്തേക്കൊരു ശ്രദ്ധ കിട്ടാനും നമ്മൾ കുറച്ചും കൂടി അപ്രോച്ചബിളായി ഫീൽ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ ഫോർത്ത് തിങ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടാവുക എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ഒരു ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സംസാരത്തിലും ഈവൻ നോട്ടത്തിൽ പോലും നന്നായിട്ട് പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്.
നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ പോരാ, ഞാൻ മോശമാണ്, അയ്യോ എനിക്ക് എൻ്റെ ഈ ഫീച്ചർ ശരിയല്ല, എൻ്റെ ഈ ഫീച്ചർ ശരിയല്ല. ഈവൻ നമ്മൾ ചിരിക്കാൻ പറയുമ്പോൾ പോലും ഒത്തിരി പേർക്കുള്ള ഇൻസെക്യൂരിറ്റിയാണ് അവരുടെ പല്ലിരിക്കുന്ന അലൈൻമെൻറ്റ് ശരിയല്ല, അവർ സ്മൈൽ ചെയ്യുമ്പം അവരുടെ ലിപ്സ് ശരിയല്ല, അവരുടെ ഫേസ് ശരിയല്ല, ഇന്ന ആംഗിളിൽ. ഇത് ഞാൻ പറയുന്ന ഒരിക്കലും ഞാൻ ഇങ്ങനെ സംസാരിക്കാത്ത ഒരാളായതുകൊണ്ടല്ല, മറിച്ച് ഞാനും സംസാരിക്കാറുണ്ട്. ഈവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനും പറയാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബോഡിയിൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ള കാര്യങ്ങളുണ്ടാവും. സോ അങ്ങനെ പറയുമ്പം എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. ഈവൻ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ ഇതേപോലെ ഒരു കാഷ്വൽ ടോക്കിൽ സംസാരിച്ചു. അതായത് ഇങ്ങനെ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് ഞാൻ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബി ഗ്രേറ്റ്ഫുൾ അനി എന്ന് പറഞ്ഞു. അതായത് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഗ്രേറ്റ്ഫുൾ ആവും, ആ ഒരു കാര്യം ഒരു വിഷയമല്ല എന്നുള്ള കാര്യം. സോ അപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത്, ഈവൻ എൻ്റെ ബോഡിയിലായാലും എൻ്റെ കോൺഫിഡൻസിലായാലും ഈവൻ എൻ്റെ ബ്യൂട്ടി എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാനുണ്ടല്ലേ. അത്രയും കാര്യങ്ങളുടെ ഇടയ്ക്ക് എന്തിനാണ് എൻ്റെ ബോഡിയിലെ ഇൻസെക്യൂരിറ്റി അല്ല സത്യം പറഞ്ഞാൽ അത്, എന്നാൽ പോലും അതൊരു ഇൻസെക്യൂരിറ്റി ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളുകളോട് ഇതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു അട്രാക്റ്റീവ് നേച്ചർ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഇൻസെക്യൂർഡായിട്ട് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു ഇൻസെക്യൂരിറ്റി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിൽ കേട്ടൊരു കാര്യമാണ്, അതായത് ദൈവത്തിന് നമ്മൾ ഒരാളെ നോക്കിയിട്ട് ഓ ഷീസ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഓ ഹീ ലുക്ക് സോ ഹാൻസം എന്ന് നമുക്ക് തോന്നുന്നു. ബട്ട് അതേ സമയത്ത് തൊട്ടപ്പുറത്തൊരു മാറി നിന്ന ഒരാൾ നമ്മളെ നോക്കിയിട്ട് പറയുന്നുണ്ടാവും, എന്തൊരു ഭംഗിയാണ് കൊച്ചിനെ കാണാൻ, അല്ലെങ്കിൽ എന്തൊരു ഭംഗിയാണ് ആ മനുഷ്യനെ കാണാനെന്ന്. സോ അതാണ് ഞാൻ പറയുന്നത്, സൗന്ദര്യമല്ല ഒരു മനുഷ്യനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം, അവരുടെ സംസാരം, അവരുടെ നോട്ടം. അടുത്തൊരു പോയിൻ്റാണ് ബി കൈൻഡ് എന്ന് പറയുന്നത്. ദേഷ്യം വരിക, വിഷമം വരിക, ഇറിറ്റേറ്റഡ് ആവുക എന്നൊക്കെയുള്ളത് ഹ്യൂമൻ നേച്ചറാണ്. അതൊരിക്കലും നമുക്ക് വരരുത് എന്ന് വാശി പിടിക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊരു മനുഷ്യനാകും. ബട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ അപ്രോച്ചബിൾ ആവാനും നമ്മൾ ഒരു അട്രാക്റ്റീവ് നേച്ചർ നമ്മളിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ബി കൈൻഡ് ഓൾവേസ്. നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾ ആദ്യമായിട്ടൊരു മനുഷ്യനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ മേ ബി അവരുടെ ആ ഒരു സർക്കംസ്റ്റാൻസസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് പിന്നീട് മനസ്സിലാവുമായിരിക്കും. ബട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ, എന്തൊരു റൂഡാണ് ഈ മനുഷ്യൻ. ബട്ട് അതേസമയം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് ഒരു കോഫി നിങ്ങൾക്ക് ഓഫർ ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം എന്ന് പറയുന്നത് നിങ്ങളൊരു വർക്ക് പ്ലേസിലൊക്കെ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു നല്ല മനുഷ്യനാണ്. ഇത് ഓരോ സർക്കംസ്റ്റാൻസസിനെ അപേക്ഷിച്ച് ഇത് വ്യത്യാസമായിട്ടിരിക്കും. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മളൊരു കൈൻഡാണെന്ന് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം നമ്മളെ അവർ മുതലെടുക്കാൻ ശ്രമിക്കണം എന്നൊന്നുമല്ല, ബട്ട് നമ്മളൊരു കൈൻഡാണ് എന്ന് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടി ആൾക്കാർക്ക് അപ്രോച്ചബിളായിട്ട് തോന്നാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ കഴിയുന്നത് ഈ റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ, നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് സ്ട്രോങ് ആയി നിൽക്കുക എന്നല്ലാതെ എപ്പോഴും എല്ലാവരോടും നമ്മളിങ്ങനെ ഹൈ ടെമ്പറിൽ ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് ആളുകളെ എത്തിക്കാനുള്ള ഒരു ബ്ലോക്കായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരേണ്ട കുറച്ച് മാറ്റങ്ങൾ. എനിക്കൊക്കെ പേഴ്സണലി തോന്നിയൊരു കാര്യം, ഒരു മനുഷ്യനെ ആദ്യം കാണുമ്പോൾ ഒരിക്കലും ഞാൻ അയാളുടെ ലുക്സിനെ വെച്ചിട്ട് അയാളെ വിലയിരുത്തുന്നത് കുറവാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈവൻ ഡ്രസ്സോ ഹെയർ സ്റ്റൈലോ ഒന്നുമല്ല, സംസാരമാണ്. അയാൾ എങ്ങനെ എന്നോട് സംസാരിക്കുന്നു എന്നുള്ള രീതി. ഫസ്റ്റുള്ള ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ്, അതിനുശേഷമുള്ള കോൺവെർസേഷൻ എങ്ങനെയാണ്. ബിക്കോസ് സംസാരം അല്ലേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി, നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്ന പലർക്കും എന്നെ അറിയില്ല, ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും. നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, എൻ്റെ സംസാരം കെട്ടാണല്ലേ. ഈവൻ ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പോലും എനിക്ക് നിർബന്ധമില്ല. ബട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ഇത്രയും വീഡിയോസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ
വർക്കിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ വീഡിയോ അവിടെ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. കാരണം ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞു, ഇവിടെ കാണാൻ അധികം ഒന്നുമില്ല, കേൾക്കാനാണ് കൂടുതലായിട്ടുള്ളത്. സോ ആൻഡ് ഓൾവേസ് ലവ് യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ്. നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരാണ് നിങ്ങളെ സ്നേഹിക്കുക? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു തോട്ടാണ്. ഈവൻ ഞാൻ കൊള്ളത്തില്ല എന്ന് എനിക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ വേറെ ആർക്കാണ് ഞാൻ സൂപ്പറാണെന്ന് തോന്നുക? ആർക്കും തോന്നത്തില്ല. സോ അതൊക്കെ നമ്മളെ അടുത്തേക്ക് ആൾക്കാർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നാനും നമ്മളടുത്ത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ലവ് യുവർ ബോഡി ആൻഡ് ലവ് യുവർ സെൽഫ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു, അതേപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു. നമ്മുടെ ഡ്രസ്സ് നമ്മളത് നല്ല നല്ല പ്ലസൻറ്റബിളായിട്ട് എപ്പോഴും നമ്മളെ കീപ്പ് ചെയ്യുക. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടെ ലെങ്തി ആയി തോന്നുന്നു, ഞാൻ കുറച്ചധികം സംസാരിച്ചു തോന്നുന്നു. സോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇത്രയും എൻ്റെ വരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.